ലാലേട്ട ദ്വാദശ ജ്യോതിർലിംഗ യാത്രയുടെ ഭാഗമായിട്ട് കേദാർനാഥിൽ എത്തിയിരിക്കുകയാണ്. ഈ ഭഗവാന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അങ്ങയ്ക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും പിറന്നാൾ ആശംസകളും നേരുന്നു. എന്റെയും എന്റെ കുടുംബത്തിന്റെയും പിറന്നാൾ ആശംസകൾ. Happy birthday, Lalita. Wishing you all joy and happiness. ഹായ് ലാലേട്ട, വിഷ് യു വെരി ഹാപ്പി ബർത്ത്ഡേ. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രിയങ്കരനായ ലാലേട്ടന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ. ജഗദീശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലാലേട്ടന് ഉണ്ടാവട്ടെ. ഹാപ്പി ബർത്ത്ഡേ. Hello Laleta, how are you? Wishing you many more happy returns of the day. Let God bless you with lot of success, happiness and good health. Stay blessed. ഹായ് ലാലേട്ടാ, നമ്മുടെ ഉണ്ണികളൊരു കഥ പറയാൻ വേണ്ടി ഗെറ്റ് ടുഗദർ കഴിഞ്ഞിട്ട് 2 വർഷമാകുന്നു. ഇത്ര പെട്ടെന്ന് സമയം പോകുന്നല്ലേ. ഓരോ വർഷം കഴിയും തോറും പ്രായം കുറഞ്ഞു വരുന്ന ലാലേട്ടനോട് എല്ലാ വർഷം കഴിയുന്തോറും പ്രായം കൂടി വരുന്ന എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരു പിറന്നാൾ ആശംസകൾ. എല്ലാ ഐശ്വര്യവും സമ്പത്തും ദീർഘായുസ്സും ലാലേട്ടൻ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വിഷ് യു വെരി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹായ് ലാലേട്ട, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഈ 21st ദൃശ്യം 3 ഇറങ്ങുകയാണെന്ന് അറിയാം. സോ നാട്ടിലൊരു കല്യാണത്തിന് വന്നതാണ്. അപ്പൊ ഞാൻ ഐം ഹോപ്പിംഗ് ടു സീ ഇറ്റ് ഹിയർ. ആൻഡ് ദൃശ്യം ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. വി നോ വാട്ട് ടു എക്സ്പെക്ട്. കല്യാണത്തിന്റെ ഗെറ്റപ്പിലാണ്, ഡോണ്ട് ജഡ്ജ്. ഐ നോ യു കമ്മിങ് ടു മെൽബൺ. തിങ്ക് സം ടൈം ഇൻ ജുലൈ. ഐ ഹാവ് ടു മീറ്റ് യു. ഓക്കെ, I know how to get through to you. അപ്പോൾ ഞാൻ കോർഡിനേറ്റ് ചെയ്തോളാം. ഇഫ് യു ക്യാൻ കം ഹോം, അല്ലെങ്കിൽ ഐ വിൽ കം ആൻഡ് മീറ്റ് യു. ഓക്കെ, അത് പെട്ടെന്ന് ഞാൻ ഓർമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞ വെച്ചതാണ്. എനിവേ, മെനി ഹാപ്പി റിട്ടേൺസ് ദ ഡേ അഗൈൻ ആൻഡ് ഗുഡ് ലക്ക് ഫോർ ദൃശ്യം 3. ലാലേട്ടാ നമസ്കാരം, അഭിജിത്താണ്. സുഖമാണെന്ന് കരുതുന്നു. പിന്നെ ലാലേട്ടൻ്റെ പുതിയ ചിത്രങ്ങളും അതേപോലെ റീൽസൊക്കെ കാണുമ്പോൾ നമ്മളുടെ ഗെറ്റ് ടുഗദറിനെ പറ്റി എപ്പോഴും ഓർക്കാറുണ്ട്. അതിൻ്റെ ഒരു സ്മരണകൾ എപ്പോഴും മധുരിക്കുന്നതാണ്. ഏതായാലും ഈ പിറന്നാൾ ദിനത്തിൽ ലാലേട്ടന് എൻ്റെയും ഫാമിലിയുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ആയുരാരോഗ്യത്തോടെ ഒരുപാട് കാലം ഇനിയും ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. Many happy returns of the day, dear ലാലേട്ട. 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ആദ്യമായി ലാലേട്ടനെ പരിചയപ്പെട്ട ദിവസം മുതൽ ഈ കഴിഞ്ഞ അമ്മ കുടുംബ സംഗമത്തിന് കാണുമ്പോൾ വരെ പിന്നെ ഒരു സഹോദരനെ പോലെ കണ്ട് സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടന് ആത്മാർത്ഥമായ സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. താങ്ക് യു. Hi Lalita, happy birthday to you. Yet another amazing year ആവട്ടെ ഈ കൊല്ലം എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് നമ്മൾ അന്ന് ഉണ്ണികളെ ഒരു കഥ പറയാമല്ലോ, എല്ലാവരും കൂടിയ പോലെ നമുക്ക് വീണ്ടും കൂടാൻ വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ലാലേട്ട, പ്ലീസ് ക്യാൻ യു തിങ്ക് ഓഫ് എ ഡേറ്റ്. കാരണം നമ്മളെ എല്ലാവരെക്കാട്ടും ഏറ്റവും ബിസി ആയിരിക്കുന്നത് ലാലേട്ടനാണ്. അപ്പോൾ ലാലേട്ടനെ എങ്ങനെയെങ്കിലും പറ്റുവാണെങ്കിൽ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് സമയം ഞങ്ങൾക്ക് തരാൻ പറ്റിയാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. നമുക്ക് വീണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരു അമേസിങ് ഓപ്പർച്യൂണിറ്റി ആയി മാറും. അപ്പോൾ പ്ലീസ് തിങ്ക് അബൌട്ട് ഇറ്റ്. ആൻഡ് ഈ കൊല്ലവും ഇങ്ങനെ കുറേ കൊല്ലവും നല്ല അടിപൊളിയായിട്ട് എല്ലാവരും അറിയാവുന്ന തലത്തിൽ, ലോകം എല്ലാവരും അറിയാവുന്ന ഒരു തലത്തിലേക്ക് ലാലേട്ടൻ ഉയർന്നു പോട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ആൻഡ് ഞങ്ങളുടെ ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു അഹങ്കാരം കൂടിയാണ് ലാലേട്ടൻ. വി ആർ സോ പ്രൗഡ് ദാറ്റ് അറ്റ് എ യങ് ഏജ് വി കുഡ് ഷെയർ സ്ക്രീൻ വിത്ത് യു. എനിക്കിതിലും കൂടുതൽ പറയാനൊന്നുമില്ല. ഒരുപാട് സന്തോഷം. വീണ്ടും നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാനും കൂടാനും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഹായ് ലാലേട്ട, അങ്ങ് മലയാള സിനിമയ്ക്ക് നൽകിയ അതുല്യ കഥാപാത്രങ്ങൾക്കും മറക്കാനാകാത്ത നിമിഷങ്ങൾക്കും 1000 നന്ദി. ഇനിയും അനേക വർഷങ്ങൾ ലാലേട്ടൻ്റെ അഭിനയ മായാജാലം ഞങ്ങൾക്ക് കാണുവാൻ ഇടവരുത്തട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇതിവേ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഹായ് ലാലു. ലോകമെമ്പാടുമുള്ള ജനത May 21 എന്നുള്ളൊരു ദിവസം അവരെ കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് യുവർ ബർത്ത്ഡേ. സോ ഹിയേഴ്സ് വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് യു വിത്ത് good health and happiness. Have a great day too. Best wishes for Drishyam movie and for all your upcoming movies in the near future. പിന്നെന്താ, നമ്മുടെ ഉണ്ണികളെ ഒരു കഥ പറയാം ടീമിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. that these children, they're eagerly waiting for another reunion, Lalu, and so I think you will have to take the initiative to organize. You just have to mention how, when and where. And I'm sure ഈ കുഞ്ഞുങ്ങളെ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും അവർ പറഞ്ഞെത്തും. They just want to see you, talk to you and have a glimpse of you. And I sincerely hope ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ അമിത്തിനെയും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു കിട്ടണമെന്നും കൂടെ I sincerely pray. So then that whole team will be complete and these children will be very happy. So Lari, please take the initiative. Try to organize a reunion and I sincerely hope and pray that it happens very soon. So have a great day. God bless you. Stay healthy, stay happy, stay safe. Lots of love and prayers. Take care and bye.